എന്താ സംഭവിച്ചത്? എന്റെ ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞു ഇവിടുന്നാണ് സുൽത്താൻ. ബംഗ്ലാവിന്റെ തറ എന്താ അതിന്റെ പേര്? ബംഗ്ലാവിന്റെ തറയാണിത്. ഈ തറ ഇടിഞ്ഞു പൊളിഞ്ഞാണ് താഴേക്ക് നിലം പതിച്ചത്. അയ്യോ, ഇവിടെ വീണല്ലേ? ഇതാണ്ട് ഇവിടെ ഇതാണ്ട് മഴവെള്ളം വീണ് ഇരിക്കുന്നുണ്ട്. മഴവെള്ളമാണ് അതെല്ലാം. ഇവിടെ അത് പൊളിക്കാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. വീണ്ടും ഞാൻ ഹഡ് തന്നെ പണിയും. പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇങ്ങനെയാണല്ലോ, നമ്മൾ ഈ ബിൽഡിങ് കെട്ടണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും വീണ്ടും ബിൽഡിങ് ഇവിടെ ഉയരത്തില്ലേ? അതുപോലെ തന്നെ എനിക്ക് ഹഡ് വേണം. ഒരു ഹഡ് അത്യാവശ്യം. ഈ ദേവിക്കും 3 പേരാണുള്ളത്. ഒന്ന് സുൽത്താന. കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു പോകുന്നത് മുസ്ലിംസ് ആണ്. 2 യേശ, പിന്നെ 3 ശില്പിനി ദേവി. അപ്പൊ ഈ 3 തരത്തിലുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ കണ്ണില് ഈ എല്ലാം നോക്കുന്നോണ നമുക്ക് ഈ മതമൊന്നും. ഇതാണ് എൻ്റെ ബംഗ്ലാവ്. ആ ബംഗ്ലാവിൻ്റെ മേളിലെ ടാർപ്പയാണ്. ടാർപ്പ എന്ന് പറയുന്ന ഒരു തരം പട്ടാണത്. നീല പട്ടുടയാണ്. അത് നമ്മൾ ടാർപ്പ എന്ന് പറയും. അത് നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുവാണെങ്കിൽ തുച്ഛമായ വില കൊടുത്താൽ മതി. അപ്പോൾ ഈ ടാർപ്പ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിച്ചങ്ങോട്ട് കെട്ടുന്നുണ്ട്. നമസ്കാരം, ട്രൂലൈ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഷാജാൻ മൂലത്തർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നാഗസൈരന്ത്രി ദേവിയുടെ വീട്ടിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വാർത്തകളൊക്കെ വന്നു. ഇവരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, അല്ല പിന്നെ വേറൊരു തരത്തിലും വാർത്ത വന്നു, ഇവരെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ കുറേ ആവശ്യമില്ലാത്ത കിംവദന്തികൾ ചാനൽ മൊത്തം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരിട്ടിങ്ങ് വന്നപ്പോൾ ഭാഗ്യത്തിനൂടെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഉള്ള സീനെന്ന് പറഞ്ഞാൽ മുറ്റമൊക്കെ തൂത്തോണ്ട് നിൽക്കുമോ. പിന്നെ അത് മാത്രമല്ല, ഇവരാരെയൊക്കെയോ പറ്റിച്ച് കോടീശ്വരിയായി വലിയ ബംഗ്ലാവും വലിയ സംഭവം എന്നൊക്കെ ലോകം മൊത്തം പറയും. പക്ഷേ ഇത് നിങ്ങളൊന്ന് കാണേണ്ട അവസ്ഥയാണ്. പിന്നെ വളരെ വലിയൊരു ചിത്രകാരിയാണ്, ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. പിന്നെ മോശം കമൻ്റ് ഇട്ടാൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെട്ടു പോകത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞങ്ങളോട് പറയും. കമൻ്റ് ഇടുന്നവരെ പക്ഷെ നമ്മൾ 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെ കണ്ടിട്ടുള്ളവരല്ല ഇത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഒരുപാട് നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയാണ്? വളരെ സന്തോഷം. പിന്നെ സുഖയിൽ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചാനൽ വന്നിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ നിങ്ങളെപ്പോലെ 10 പേര് വരുന്നാണ് ഇവിടുത്തെ എന്താണ് കോടീശ്വരൻ, എന്താണ് കോടീശ്വരി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കുട്ടികളെ എങ്ങാനും തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റുമല്ലോ. പിള്ളേരുടെ എങ്ങനെ ഞെരുക്കങ്ങളോ തേങ്ങലുകളോ കരച്ചിലോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളൊക്കെ ഇവിടെ ഓടിച്ചാടി ഇങ്ങനെ നടക്കും. കാരണം അവരൊക്കെ ഒന്ന് നമ്മൾ എവിടെയാണോ ഒളിച്ചു വെക്കുന്നത്, ഒളിച്ചു വെച്ചാൽ പിന്നെ എനിക്കറിയില്ല എന്താ ഇങ്ങനെയൊക്കെ. ഇതാണ് എൻ്റെ ബംഗ്ലാവ്. ആ ബംഗ്ലാവിൻ്റെ മേളിലെ ടാർപ്പയാണ്. ടാർപ്പ എന്ന് പറയുന്ന ഒരു തരം പട്ടാണത്. നീല പട്ടുടയാണ്. അത് നമ്മൾ ടാർപ്പ എന്ന് പറയും. അത് നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുവാണെങ്കിൽ തുച്ഛമായ വില കൊടുത്താൽ മതി. അപ്പോൾ ഈ ടാർപ്പ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിച്ചങ്ങോട്ട് കെട്ടുന്നുണ്ട്. നല്ലൊരു കോടീശ്വരിയുടെ ഒരു ബംഗ്ലാവ് പോലെ. പലർക്കും സംശയം എങ്ങനെ പലർക്കും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ ബിസിനസ്സുകൾ, വലിയ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നു, അതായത് അങ്ങനെയൊക്കെയുള്ള പല വർത്തമാനങ്ങളും എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? ഞങ്ങൾക്ക് ഇത് വന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ മോനെ, ഇവരെന്താണെന്ന് വെച്ചാൽ ഭൗതിക തലത്തിലുള്ള എന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത് മൈൻഡ് വെച്ചുള്ള ഒരു കളിയാണ്. അപ്പോൾ ഈ മൈൻഡാണ് നമ്മളെ കോടീശ്വരന്മാരും കോടീശ്വരിയാളും. മൈൻഡ്. അപ്പോൾ ആ മൈൻഡാണ് നമ്മളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും മൈൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നതൊക്കെ നോക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ മനസ്സിലാണ് ഞാൻ കോടീശ്വരിയാണ് എന്നുള്ള തോന്നൽ വരുന്നത്. മൈൻഡിൽ, അവരുടെ മൈൻഡ്. അത് എൻ്റെ മൈൻഡിലല്ല, അവരുടെ ചിന്തയിൽ. അവരുടെ ചിന്തകളാണ് അനാവശ്യമായ പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയെടുത്ത് എന്തോ എന്നെ വളരെ വലിയൊരു സംഭവമാക്കി. എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെയാ വരുമാന മാർഗങ്ങളും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ചിത്രം വരയ്ക്കാറുണ്ട്. ആ ചിത്രം വരയ്ക്കുന്നത്, ശില്പം പണിയുന്നത്, അങ്ങനെ ഓരോ ഈ തുണികൾ, വലിയൊരു ഷോറൂം ഒക്കെ നടത്തുന്നു പറഞ്ഞായിരുന്നല്ലോ. ഇതെല്ലാം ഞാൻ എടുത്ത് ക്യാമറയിൽ പതിപ്പിച്ച് യൂട്യൂബ് ചാനലിലേക്ക് ഇടും. അവിടെ നിന്നും തുച്ഛമായി കിട്ടുന്ന വരുമാനമാണ്. തുണിയുടെ വലിയൊരു കടയൊക്കെ തുണിയുടെ വലിയ ഹോൾസെയിൽ കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. തുണി ഉണ്ടായിരുന്നു. ഇവിടെ ആളുകൾ വരുന്നുണ്ട്, അവര് കൊണ്ടുപോകും. അവർക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ചെറിയൊരു വരുമാനം, ചിലര് പൈസ തരും, ചിലര് തരത്തില്ല. എനിക്ക് കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഈ വൈദ്യുതി ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് എനിക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാശ് ചോദിച്ച് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ കൊടുക്കും. രണ്ട് രീതിയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഒന്ന്, കാശ് വാങ്ങിച്ചിട്ട് സാധനം കൊടുക്കും, അല്ലെങ്കിൽ വെറുതെ കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പ്, തുണിക്കട. അതെ, ഇതാണ് മോനെ. അത് പിന്നെ ഷൂസ്, ചെരുപ്പൊന്നും ഇട്ട് അത് പിന്നെ നമ്മൾ അങ്ങോട്ട് എൻ്റെ ദേവിയാണ് കണ്ണ. കാരണം എല്ലാവർക്കും ഇതിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ വിളക്കെല്ലാം. ഈ ദേവിക്കും 3 പേരാണുള്ളത്. ഒന്ന് സുൽത്താന. കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു പോകുന്നത് മുസ്ലിംസ് ആണ്. 2 യേശ, പിന്നെ 3 ശില്പിനി ദേവി. അപ്പൊ ഈ 3 തരത്തിലുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ കണ്ണിൽ ഈ എല്ലാം നോക്കുന്നോണം. നമുക്ക് ഈ മതമൊന്നും അറിയത്തില്ല, മതവും ജാതിയൊന്നും എൻ്റെ കണ്ണിൽ എനിക്ക് അറിയാൻ പറ്റുന്നത്. മോനിപ്പം സുഖയിലെന്ന് പറഞ്ഞത് കൊണ്ടും മോനെ പരിചയപ്പെടുത്തിയത് കൊണ്ടുമാണ് ഇന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എൻ്റെ കണ്ണിലെല്ലാം ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർക്കൊരു പ്രത്യേക ചിട്ടയും കാര്യങ്ങളാണ് ഓരോ മതക്കാർക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് പേര് സുൽത്താന. ഈ ഷോപ്പിന്റെ പേര് സുൽത്താന ഷോപ്പ് എന്നാണ്. ഈ സുൽത്താന ഞാനങ്ങ് കൊടുത്തേക്കുവാ. ഈ സുൽത്താനാണ് ഈ സുൽത്താന എന്നൊന്ന് പറഞ്ഞ ഉത്തരവാദിത്വം. പിന്നെ ഞാൻ പടം വരയ്ക്കും, പെയിന്റിങ്, ചിത്രകല. അത് ഞാൻ എൻ്റെ സഹോദരനെ